ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ +1 ഫൈനൽ അക്കൗണ്ട് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഡിസംബർ ഫോർ ദി ഇയർ എൻഡഡ് December 31st, 2021. ദെൻ ഓപ്പൺ സ്റ്റോക്ക്, കുറേ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് 1000. അൺഎക്സ്പെയർഡ് എന്ന് പറഞ്ഞാൽ കാലാവധി കഴിയാത്ത ഇൻഷുറൻസ്. ദാറ്റ് മീൻസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. അപ്പോൾ നമുക്കറിയാം പ്രീപെയ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് എക്സ്പെൻസ് ഇത് മൈനസ് ചെയ്യണം. ഇത് ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റുമായിരിക്കും, ആ പ്രീപെയ്ഡ് എമൗണ്ട് മാത്രം. അടുത്തത് സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് വിത്ത് കറസ്പോണ്ടിങ് എക്സ്പെൻസ് ആൻഡ് ട്രീറ്റഡ് ആസ് എൻ ലയബിലിറ്റി. അപ്പോൾ സാലറിയോടൊപ്പം ആഡ് ചെയ്യുക, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിരിക്കും ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് മാത്രം. പിന്നെ വേജസ് സെയിം തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. മെഷീനറി ഡിപ്രിസിയേഷൻ ഉണ്ട്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസ് കൂടാതെ. നമുക്ക് നോക്കാം ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് എന്തൊക്കെയായിരിക്കും, അസറ്റുകൾ, എക്സ്പെൻസുകൾ, അതുപോലെ ഡ്രോയിങ്സ് ഒക്കെ ആയിരിക്കും ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമ്മുടെ ലയബിലിറ്റികൾ, ഇൻകം, ക്യാപിറ്റൽ, ഇതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത്, പിന്നെ കുട്ടികൾ ഇങ്ങനെ പഠിക്കുക, പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ അതിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും. അതുപോലെ സെയിൽസ് ഇൻകം ക്രെഡിറ്റ് ആണെങ്കിൽ അതിൻ്റെ സെയിൽസ് റിട്ടേൺ അതിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ സ്റ്റോക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ട്രേഡിംഗ് പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ആയിട്ടാണ് ഓപ്പൺ സ്റ്റോക്ക്. അടുത്തത് പർച്ചേസാണ്. പർച്ചേസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുക. സോ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് ഡെബിറ്റ് ഓപ്പൺ സ്റ്റോക്ക്, സെക്കൻഡ് ഡെബിറ്റ് പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ. ദെൻ നെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട്. ക്യാരേജ് ജനറലി മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ് ഉദ്ദേശിക്കുന്നത്, ക്യാരേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇൻവേർഡ് ഉണ്ട്, ഔട്ട്വേർഡ് ഉണ്ട്. ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റിലേക്ക് നമുക്ക് റോ മെറ്റീരിയൽസ് കൊണ്ടുവരണം, അതിന് വേണ്ടി വരുന്ന ചിലവാണ് നമ്മുടെ ക്യാരേജ് ഇൻവേർഡ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ സെയിലിന് വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ് ക്യാരേജ് ഔട്ട്വേർഡ്. അപ്പോൾ ഇതിൽ രണ്ടും എക്സ്പെൻസ് തന്നെയാണ്, ഒന്ന് ഡയറക്റ്റും ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. അത് ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ്ലി ഓപ്പൺ സ്റ്റോക്ക്, നെക്സ്റ്റ് പർച്ചേസ് ലെസ് റിട്ടേൺസ്, ദെൻ ക്യാരേജ് ഇൻവേർഡ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കണം, അടുത്ത ഏത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുള്ളത്. നെക്സ്റ്റിൽ വരുന്നത് വേജസ് ആണ്. വേജസ് ചെയ്യുമ്പോൾ വേജസിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ സെയിൽസ് ഉണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് സെയിൽസ്, ഒന്നിൽ സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലല്ല, ഇതിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ അതും കൂടി സെലക്ട് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്പൺ സ്റ്റോക്ക്, ദെൻ പർച്ചേസ് ലെസ് റിട്ടേൺസ്, ദെൻ വേജസ്, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ക്യാരേജ് ഇൻവേർഡ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കറസ്പോണ്ടിങ് എക്സ്പെൻസിലൂടെ ആഡ് ചെയ്യുക. ഇനി ബാലൻസ് ഷീറ്റിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് മാത്രം ലയബിലിറ്റി കാണിക്കുക. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ലെസ് റിട്ടേൺസും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് 1,57,400 ഉണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 74,100 കിട്ടും. ക്രെഡിറ്റ് സൈഡ് കൂടിയ ഇൻകം, ഡെബിറ്റ് സൈഡ് കൂടിയ എക്സ്പെൻസ് ലോസും ആണ്. അപ്പോൾ ഇവിടുത്തെ ഇത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് ഉള്ള പ്രോഫിറ്റിനെ പറയണം ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ട്രേഡിംഗ് സെക്ഷനാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇതിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക 74,100. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ പി ആൻഡ് എൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഈ സൈഡിലെല്ലാം ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകംസെല്ലാം ഡെബിറ്റ് ചെയ്യുക. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എടുക്കാവുന്ന ഐറ്റംസ് നമ്മൾ ജനറൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക, ജനറൽ എക്സ്പെൻസസ്. ദെൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എക്സ്പെൻസാണ് ബിസിനസ്സിൻ്റെ, അതിനൊരു പ്രീപെയ്ഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസിൽ നിന്നും ലെസ് പ്രീപെയ്ഡ് അത് മൈനസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്യാരേജ് ഔട്ട്വേർഡ് ഡെബിറ്റ് ചെയ്യുക. അടുത്ത സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതിന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് ആഡ് ചെയ്യണം. നെക്സ്റ്റ് മെഷീനറി ഡിപ്രിസിയേഷൻ ഉണ്ട്. അത് ഡിപ്രിസിയേഷൻ 10% ആണ്. അപ്പോൾ 65,000 10% എടുക്കും. അപ്പോൾ 6,500 കിട്ടും. അത് മാത്രമേ ഡെബിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്കതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇതിൽ നിന്നും ഇൻഡയറക്റ്റ് ഇൻകംസ് സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൻ്റെ ഇവിടെ നോക്കിയിട്ട് ഇതിൽ നിന്നും ഇൻഡയറക്റ്റ് ഇൻകംസ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. ഡിസ്കൗണ്ട് ക്രെഡിറ്റ് കിടന്നതിൻ്റെ മീനിങ് അത് റിസീവ്ഡ് ആണ്. അതുപോലെ കമ്മീഷൻ ക്രെഡിറ്റ് സൈഡ് കിടന്നാൽ ദാറ്റ്സ് എ കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഐറ്റംസ് അസറ്റുകൾ,
അതുപോലെ തന്നെ എക്സ്പെൻസുകൾ, ലോസുകൾ. ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. P&L അക്കൗണ്ട് ചെയ്യാനായിട്ട് ക്യാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു, ജനറൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു, ഇൻഷുറൻസിന് പ്രീപെയ്ഡ് ആയിട്ട് മൈനസ് ചെയ്യുക, ദെൻ സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, ഡിപ്രിസിയേഷൻ നമ്മൾക്ക് 65,000 ആണ്, അതിൻ്റെ 10% എടുക്കുമ്പോൾ 6,500 വരും, അതും ഡെബിറ്റ് ചെയ്യണം. മെഷീൻ്റെ വില 65,000 രൂപയാണ്, 10% എടുക്കുക, 6,500 ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ മാത്രം ഇവിടെ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് ചെയ്യുക. ഒരു സൈഡിലേക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ, ഇൻകംസ്, ഇൻഡയറക്റ്റ് ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, അപ്പോൾ അത് മാത്രം റെക്കോർഡ് ചെയ്യുക. ഇനി നമ്മളത് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 77,300 കിട്ടും. ഡിഫറൻസ് 54,400 ഉണ്ട്. അതിന് പറയും നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഈ നെറ്റ് പ്രോഫിറ്റിനെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾക്ക് ഫസ്റ്റ്ലി ക്രെഡിറ്റേഴ്സ് നോട്ട്, ലയബിലിറ്റി നോട്ട് ചെയ്യുക. ട്രയൽ ബാലൻസ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടെന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുകൾ മാത്രം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറിയുടെ കേസിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,000 ആണ്, ആ എമൗണ്ടുകൾ മാത്രം അവിടെ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഇനി കൊടുക്കാനുള്ള നമ്മൾ ലയബിലിറ്റിയാണ്, ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് മാത്രം നോട്ട് ചെയ്യുക. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലയബിലിറ്റീസ് നോട്ട് ചെയ്ത് ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്യുക, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ദെൻ ലയബിലിറ്റീസ്. നെക്സ്റ്റ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റലിന് കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ലോസ് ആണെങ്കിൽ നെറ്റ് ലോസ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു 2 lakh സംതിങ് എമൗണ്ട് കിട്ടും. ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾക്ക് ക്യാപിറ്റലിൻ്റെ ഒപ്പം ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ് എന്നായിരിക്കും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ട്രയൽ ബാലൻസിലുള്ള ക്യാഷ് സെലക്ട് ചെയ്യുക. ക്യാഷ് നോട്ട് ചെയ്തു, മറ്റ് അസറ്റുകൾ നോട്ട് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെറ്റേഴ്സ്, ഫേർണിച്ചർ, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അത് നോട്ട് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഇതിൽ പ്രീപെയ്ഡ്, അതായത് പ്രീപെയ്ഡ് ഇൻഷുറൻസുകൾ, പ്രീപെയ്ഡ് എന്ന് പറയുന്നത് അസറ്റാണ്, ആ എമൗണ്ട്, ആ പ്രീപെയ്ഡ് എമൗണ്ട് മാത്രം അസറ്റായിട്ട് കാണിക്കുക. പിന്നെ മെഷീൻ ലെസ് ഡിപ്രിസിയേഷൻ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡും നമ്മൾ ടാലി ആവും. ടോട്ടൽ 2,32,700 വരും. കുട്ടികൾ ഫൈനൽ അക്കൗണ്ട്സ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് നമ്മൾ ആദ്യം നമ്മൾക്ക് വേണ്ടത് ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ജനറലായിട്ട് പോകുന്ന ഐറ്റംസ് എന്നാൽ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസ് ലെസ് റിട്ടേൺസ് വരും. അത് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, പർച്ചേസ് ലെസ് റിട്ടേൺസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഈ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് സെയിൽസ് ലെസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കതേം റിസൾട്ട് കിട്ടും. ചിലപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആവും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആവും. ഏതായാലും അടുത്ത അക്കൗണ്ടിൽ നമ്മൾ തന്നെ ബ്രോഡ് ഓൺ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ബ്രോഡ് ഓൺ ചെയ്യാം, ലോസ് ആണെങ്കിലും ബ്രോഡ് ഓൺ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ P&L അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രം സെലക്ട് ചെയ്യുക. അത് നോട്ട് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കുക. ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കണം ചെയ്യാനായിട്ട്. റിസൾട്ട് കിട്ടും. ചില പ്രോഫിറ്റ് ആയിരിക്കും, ലോസ് ആയാലും. ക്രെഡിറ്റ് സൈഡ് കൂടിയ പ്രോഫിറ്റ് ആവും, അല്ലെങ്കിൽ ലോസ് ആവാം. ആ പ്രോഫിറ്റ് നമ്പർ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും, നെറ്റ് ലോസ് എന്ന് പറയും. അടുത്ത സ്റ്റെപ്പ് നമ്മളിതിനെ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റ് ചെന്ന് കഴിയുമ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ലയബിലിറ്റി ഉണ്ട്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ലയബിലിറ്റി സൈഡിൽ ആദ്യം നമുക്ക് കറണ്ട് ലയബിലിറ്റികൾ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ക്വസ്റ്റനിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലോൺസ്, ഇതുപോലത്തെ ബിൽസ് പേയബിൾസ്, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം നോട്ട് ചെയ്യുക. അതിന് ശേഷം നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. അതിൽ ഔട്ട്സ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലയബിലിറ്റിയാണ്, അതും കറണ്ട് ലയബിലിറ്റിയാണ്. ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ടുകൾ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് അത് മാത്രം നോട്ട് ചെയ്തേക്കാം. പിന്നെ പറഞ്ഞ ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കൂടി മൈനസ് ചെയ്യണം. ഇനി ചില ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത്, ഒന്ന് അത് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അതെടുത്തിട്ട് ആദ്യം P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം, അതിന് സെപ്പറേറ്റ്ലി കാണിക്കാം. അത് ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. പിന്നെ അസറ്റ് സൈഡ് നോക്കുക. അതിൽ നമ്മളെ ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, അത് ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ ബാക്കി ഫിക്സ്ഡ് അസറ്റ്, ലെസ് ഡിപ്രിസിയേഷൻ, അതെല്ലാം നോട്ട് ചെയ്യുക. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ടാലി ആവണം.